നമസ്കാരം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ എത്തുന്നതിന് മുമ്പ് ഈ നാട് ഭരിച്ചിരുന്നത് മുഗളന്മാർ അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് എന്നും അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ തിരികെ പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഈ നാട് ഭരിക്കേണ്ടത് മുസ്ലിങ്ങളാണ് എന്നും വാദിച്ചിരുന്ന ഒരു വിഭാഗമായിരുന്നു മുസ്ലിം ലീഗുകാർ. ആ സമയത്ത് പാകിസ്ഥാൻ എന്നൊരു രാജ്യം ഉണ്ടാക്കണം എന്ന് ബ്രിട്ടീഷുകാരോടൊപ്പം നിന്ന് വാദിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എന്നാൽ പാകിസ്ഥാൻ ഉണ്ടാക്കി വിഘടിച്ചു പോയ മുസ്ലിം ലീഗ് അല്ല കേരളത്തിലുള്ള മുസ്ലിം ലീഗ് എന്ന് വരുത്തി തീർക്കാൻ ഈ LDFും UDFും കഴിഞ്ഞ കുറേ നാളുകളായി പരിശ്രമിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ളതും മുസ്ലിം ലീഗിനെ ഏറ്റവും അധികം സുഖിപ്പിച്ചിട്ടുള്ളതുമായ ഒരു പാർട്ടിയാണ് CPM. അതായത് പലപ്പോഴും പല അടവുകൾ പയറ്റി മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു, അതിന് വഴങ്ങാത്തപ്പോൾ മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്നു. ഈ ഒരു നിലപാടാണ് CPM ചരിത്രത്തിൽ എപ്പോഴും എടുത്തിട്ടുള്ളത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. ഈ അടുത്ത കാലത്താണ് മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ല, മുസ്ലിം ലീഗ് ഒരു മതേതര പ്രസ്ഥാനമാണ്, മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പ്രലോഭനം നൽകി ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ അതൊന്നും നടന്നില്ല എന്ന് കണ്ടപ്പോൾ മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുകയാണ് CPM. മാത്രമല്ല, മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള യഥാർത്ഥ വസ്തുതകളെല്ലാം ഇപ്പോൾ CPM നേതാക്കൾ വിളമ്പുകയുമാണ് കേരളത്തിന് മുന്നിൽ. അത്തരത്തിൽ ഒരു വിളമ്പലാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതായത് CPMൻ്റെ മലപ്പുറം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചിട്ട് CPIMൻ്റെ നേതാവായ പാലളി മുഹമ്മദ് കുട്ടിയാണ് അദ്ദേഹം ഈ ജില്ലാ സമ്മേളനത്തോടൊപ്പം തയ്യാറാക്കിയ ഒരു സ്മരണികയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഭിമുഖത്തിലാണ് അതിരൂക്ഷമായ വിമർശനം മുസ്ലിം ലീഗിനെതിരെ നടത്തിയിരിക്കുന്നത്. അതായത് പാകിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടി ഏറ്റവും അധികം വാദിച്ചത് കേരളത്തിലെ മുസ്ലിം ലീഗാണ്. സീതി ഹാജി അടക്കമുള്ളവർ അത്തരത്തിലുള്ള പ്രചരണം നടത്തി ഹിന്ദുക്കൾക്കൊപ്പം, അതായത് സ്വാതന്ത്ര്യം കിട്ടിയാൽ ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളാണ്, ആ ഹിന്ദുക്കൾക്കൊപ്പം ജീവിക്കുക, ഹിന്ദുക്കൾ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുക പ്രയാസമായിരിക്കും, അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം, ഒരു പ്രത്യേക രാജ്യം മുസ്ലിങ്ങൾക്ക് വേണം എന്ന് സീതി ഹാജി അടക്കമുള്ളവർ മലപ്പുറം ജില്ലയിൽ വ്യാപകമായ പ്രചരണം നടത്തിയെന്നും ഇതിൻ്റെ ചരിത്രപരമായ തെളിവുകളടക്കമാണ് ഇപ്പോൾ CPM നേതാവ് പാലളി മുഹമ്മദ് കുട്ടി ആ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് വ്യക്തമാണ്, മാസങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗിനെ വർഗീയതയില്ലാത്ത പാർട്ടിയെന്നും മതനിരപേക്ഷ കക്ഷിയെന്നും പുകഴ്ത്തിയതിന് ശേഷം ഇപ്പോഴിതാ പാകിസ്ഥാൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ച പാർട്ടി എന്നുവരെ വിമർശിച്ചിരിക്കുകയാണ് CPM. സത്യത്തിൽ ഈ CPIMൻ്റെ രാഷ്ട്രീയ നയത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് ഇപ്പോൾ കേരളം ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് CPM നിലപാടുകൾക്ക് ഇത്രയധികം വഴക്കവും വന്നിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉന്നയിക്കുന്ന ചോദ്യം. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വളരെയധികം സുഖിപ്പിക്കുകയും മതേതരത്വത്തിൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞ് സ്വന്തം മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഇപ്പോഴിതാ മുസ്ലിം ലീഗിൻ്റെ യഥാർത്ഥ മുഖമെന്ത് എന്ന് കേരളത്തിന് കാട്ടിക്കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇതിൽ അവസാനിക്കുന്നില്ല. ഒരുപക്ഷെ ഇനിയൊരു കാലഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ കൂടെ നിർത്തേണ്ട സമയം വരുമ്പോൾ ഈ പറഞ്ഞ CPM നേതാക്കന്മാരെല്ലാം ഇതൊക്കെ പറഞ്ഞതൊക്കെ വിഴുങ്ങി വീണ്ടും ഇത്തരത്തിൽ വർഗീയ പ്രസ്ഥാനമായ അല്ലെങ്കിൽ ദ്വിരാഷ്ട്രവാദത്തിലേക്ക് നയിച്ച ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമുള്ള പാർട്ടിക്ക് പിന്നാലെ പായും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ CPIMൻ്റെ ഈ നിലപാടുകളിൽ വലിയ വിശ്വാസമൊന്നും കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്നതാണ് വാസ്തവം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.